ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്പോട്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ലേ? ഇന്ന് നമ്മളൊരു ഫുഡ് വ്ളോഗിങ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓഫീസൊക്കെ കഴിഞ്ഞ് ഒരു 5:30 ഒക്കെ കഴിഞ്ഞ് പയ്യെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ക്യാബിൽ കയറിയിട്ട് നമ്മൾ നേരെ ഈ ഷോപ്പിന് മുന്നിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷേബ ബിരിയാണി എന്ന് പറയുന്നൊരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവരുടെ കുഴിമന്തി അൽഫാം എന്നുള്ളൊരു ബോർഡ് കണ്ടിട്ടാണ് മെയിനായിട്ട് നമ്മളിവിടെ വന്നേക്കുന്നത്. അല്ലാണ്ട് ഷേബ ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണി കഴിക്കാനല്ല കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, നല്ല കോണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം ജോബിനൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സെറ്റാക്കാം, അടിപൊളി വീഡിയോസൊക്കെ കുറേ ഇടാൻ പറ്റും, കുറേ കോണ്ടൻറ്റ് ചെയ്യാൻ പറ്റും, കുറേ സ്ഥലത്ത് പോകാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് കേട്ടോ ഞാൻ ജോലി കിട്ടണം എന്ന് ആഗ്രഹിച്ചിരുന്നത്. പല സീനിയേഴ്സും ഇല്ലെങ്കിൽ നമുക്ക് മൂത്തവരായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും അല്ല, പഠിക്കുന്ന ലൈഫാണ് അടിപൊളി എന്ന് പറഞ്ഞപ്പോൾ ഒന്നും വിശ്വസിച്ചില്ല. ശരിക്കും പറയത്തില്ലേ, അനുഭവിച്ചറിഞ്ഞാലേ പഠിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ചിലത് ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പം. അപ്പോൾ പറഞ്ഞ ഒരു കാര്യങ്ങളും നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല. അവർക്കിപ്പോൾ പറയാമല്ലോ, അവർ ജോബൊക്കെ ആയല്ലോ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അന്ന് നമുക്ക് അവർ പറഞ്ഞു തരുമ്പോൾ കേട്ടോ. ബട്ട് ശരിക്കും അങ്ങനെയല്ല ഗൈസ്, നിങ്ങളെങ്കിലും മനസ്സിലാക്കുക, പഠിക്കുന്ന ലൈഫാണ് ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത്. കാരണം ജോബിനൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എണീക്കുക, ജോബിന് പോവുക, അവിടെ പോയി പണിയെടുക്കുക, ആൻഡ് തിരിച്ച് വരിക, ഫ്രഷ് ആവുക, ഫുഡ് കഴിക്കുക, വീണ്ടും കിടന്നുറങ്ങുക. ഇത് തന്നെ റിപ്പീറ്റാണ് കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് തന്നെ റിപ്പീറ്റ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാത്രമല്ല, ഡെയിലി ഇത് തന്നെ റിപ്പീറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഫുഡ് കഴിക്കാൻ കുറേ ദിവസമായി നമ്മൾ പുറത്തൊക്കെ പോയിട്ടും ഫുഡ് കഴിച്ചിട്ടൊക്കെ. അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് നമ്മൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഓഫീസിൽ നിന്ന് നേരെ ഇറങ്ങി ഇതാ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നൈറ്റ് ക്ലാസ്സും ഉണ്ടായിരുന്നില്ല, പിന്നെ വേറെ അത്യാവശ്യം വർക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഒതുക്കി തീർത്തിട്ടും കൂടെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നൈറ്റ് ഇച്ചിരി ലേറ്റായിട്ട് നമ്മൾ ഹോസ്റ്റലിൽ എത്തിയാലും വലിയ സീനോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എനിക്കൊന്ന് ഏകദേശം ഒരു 2 മാസമെങ്കിലായിട്ടുണ്ട് ഞാൻ ഒരു കുഴിമന്തി കഴിച്ചിട്ട്. ആ ഒരു ആക്രാന്തമൊക്കെ നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നുണ്ടാവും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് മാത്രം നമുക്ക് കഴിക്കാനായിട്ട് പറ്റുമായിരുന്നു. നല്ല ചൂടോട് കൂടിയിട്ടുള്ള ആ ഒരു അൽഫാമും റൈസും കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോയിട്ടാണ് ഞങ്ങളുടെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലുള്ള എക്സ്പീരിയൻസ് ജോബിന് കയറിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോമെൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ റിസദ എങ്ങനെയാണ് മയണൈസിനെ എല്ല് കൂട്ടി കഴിക്കാൻ പറ്റുക എന്നുള്ള ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആൻഡ് പുള്ളിക്കാരൊക്കെ വലിച്ചൂരെടുക്കുന്നുണ്ട്. പിന്നെ ഈ വലിച്ചൂരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി 6:30 ക്യാബുള്ളൂ. 6:30 വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എത്തണമെങ്കിൽ ഒരു 6:45 7 മണിയാവും. അപ്പോൾ അതുവരെ നമുക്ക് ഈ കടയിൽ എങ്ങനെ സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഓരോ എക്സ്പ്രഷനിലൂടെ നിങ്ങൾ കാണുന്നുണ്ട്. കുറേ നേരം നമ്മളവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ദെൻ ബാക്കി വന്ന ഫുഡും കാര്യങ്ങളും നമ്മൾ പാഴ്സലും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ പയ്യെ തിരിച്ചവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡെഫിനറ്റ്ലി നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മളിതാ വഴിയിൽ ഇങ്ങനെ നമ്മുടെ ക്യാബ് വരാൻ വേണ്ടി കാത്തു നിൽക്കാൻ അവിടെ നിങ്ങൾ എന്തൊക്കെയോ വീഡിയോസിൽ പറയുന്നുണ്ട്, പക്ഷേ വണ്ടിയുടെ ഒച്ച കാരണം ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.